വെള്ളിയാഴ്ച ലോകമുണർന്നത് ആഗോള IT പ്രതിസന്ധിക്ക് നടുവിലാണ്. വിമാന സർവീസുകൾ മുതൽ വമ്പൻ കമ്പനികൾ വരെ പണിമുടക്കി. എന്നാൽ ഈ പ്രതിസന്ധി ഏൽക്കാത്ത സർവീസ് സെക്ടർ ഏതാണെന്നറിയുമോ? ഇന്ത്യൻ റെയിൽവേ. റെയിൽവേ വികസിപ്പിച്ചെടുത്ത സെൻട്രൽ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ക്രിസ് ആണ് ഇതിന് കാരണം. സ്വന്തമായി ഒരു സോഫ്റ്റ്വെയർ റെയിൽവേ വികസിപ്പിച്ചെടുത്തതിന് പിന്നിൽ ഒരു കഥയുണ്ട്. 1960 മുതൽ 1980 വരെ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ എഴുതപ്പെട്ടപ്പോൾ വർഷത്തിലെ അവസാന രണ്ടക്കമാണ് കോഡായി ഉപയോഗിച്ചത്. ഇത് 1999 ഡിസംബർ 31 ശേഷമുള്ള തീയതികളിൽ 0 കാണിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിസിന്റെ രൂപീകരണം. ഇതുകൊണ്ട് തന്നെ 2000 കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെ ബാധിച്ച Y2K ബഗ് അഥവാ മില്ലേനിയം ബഗ് ഇന്ത്യൻ റെയിൽവേക്ക് പ്രശ്നമല്ലായിരുന്നു. ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് മുഖേന വിൻഡോസ് പണിമുടക്കിയപ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥ തന്നെ പ്രതിസന്ധിയിലായി. വിൻഡോസിന് സുരക്ഷാ സേവനങ്ങൾ നൽകുന്ന സൈബർ സെക്യൂരിറ്റി സ്ഥാപനമായ ക്രൗഡ് സ്ട്രൈക്കിന്റെ അപ്ഡേഷനിൽ വന്ന പ്രശ്നമാണ് ഇതിന് കാരണം. ഇതുമൂലം വിമാന സർവീസുകൾ റദ്ദാക്കുകയും ബാങ്കുകൾ, ഓൺലൈൻ സേവനങ്ങൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവയ്ക്കും തടസ്സം നേരിട്ടു. 1986 ജൂലൈയിൽ അന്നത്തെ റെയിൽവേ മന്ത്രിയായ മാധവ്രാജ് സിന്ധ്യയുടെ നേതൃത്വത്തിലാണ് ക്രിസിന് ആരംഭം കുറിച്ചത്. കമ്പ്യൂട്ടറൈസ്ഡ് ടിക്കറ്റ് റിസർവേഷൻ ഇന്ത്യൻ റെയിൽവേ ആദ്യമായി ആരംഭിച്ചതും ഇതേ വർഷത്തിൽ തന്നെയാണ്. മിക്ക സംരംഭങ്ങളും IT-യിൽ ചുവടുറപ്പിക്കാൻ മടിച്ചിരുന്ന അക്കാലത്ത് വിവിധ സാങ്കേതിക വിദ്യകളിൽ ക്രിസ് പ്രാവീണ്യം നേടി. നേരിട്ടോ അല്ലാതെയുള്ള യാത്ര സുഗമമാക്കുന്നതിന് യാത്രക്കാർക്ക് ഒരു സ്മാർട്ട് ജേർണി പ്ലാനർ തയ്യാറാക്കാൻ ക്രിസ് ഇന്ത്യൻ റെയിൽവേയെ പ്രാപ്തമാക്കി.